കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. എന്നാൽ കെഎസ്ആർടിസിക്ക് പ്രതിമാസം 75 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. പ്രതിദിനം 2.5 കോടിയുടെ വരുമാന നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തെങ്കിലും കെഎസ്ആർടിസിക്ക് നഷ്ടമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൗജന്യ യാത്രയിൽ കെഎസ്ആർടിസിക്ക് ഇതുവരെ 75 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പദ്ധതിയുടെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ 40% വർധനവുണ്ടായിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 1.87 കോടി സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ്. നിലവിൽ 3125 ഓർഡിനറി ബസ്സുകളാണ് പദ്ധതിക്കായി സർവീസ് നടത്തുന്നത്. അതേസമയം ഗവി പ്രിയദർശിനി ബസ് തുടർച്ചയായി ബ്രേക്ക് ഡൌൺ ആകുന്ന സംഭവത്തിൽ കെഎസ്ആർടിസി അന്വേഷണം ആരംഭിച്ചു. കെഎസ്ആർടിസി CMD നിയോഗിച്ച സംഘം പത്തനംതിട്ടയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കെഎസ്ആർടിസിയുടെ വിജിലൻസ് വിഭാഗമാണ് ബസ്സുകൾ പരിശോധിച്ചത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ CMDക്ക് കൈമാറും. കഴിഞ്ഞ ദിവസം ഗവിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ് കാറ്റാടിക്കുന്നിൽ വെച്ച് ബ്രേക്ക് ഡൌൺ ആയിരുന്നു. ഗവി ബസ്സിൽ യാത്രക്കാരുടെ എണ്ണം 55 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകൾ തുടർച്ചയായി ബ്രേക്ക് ഡൌൺ ആകുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തിയത്.